Then Green's function for free particle. നമ്മളെന്താ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെ കിട്ടുമെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. വി ഒബ്റ്റെയിൻ ജി ഓഫ് ആർ ആർ പ്രൈം ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ കെ സീറോ സ്റ്റാർ ആർ പ്രൈം ഡിവൈഡ് ബൈ കെ സീറോ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ സൈ കെ സീറോ ആർ ഡി ക്യൂബ് ആർ എന്ന് കിട്ടി അല്ലേ. ഡി ക്യൂബ് കെ സീറോ എന്ന് കിട്ടി. ഇനി നമ്മൾ എടുക്കുവാണ് ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ. Green's function for a free particle can be obtained by choosing the complete orthonormal set of the solution in the form psi k0 psi k0 r equal to, നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർത്തോനോർമൽ കേസിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1/2π ഹോൾ റേസ് ടു 3/2 ഇ റേസ് ടു ഐ കെ ഡോട്ട് കെ സീറോ ആർ എന്നെടുക്കും. ഓക്കെ, നിങ്ങളിത് ക്വാണ്ടം മെക്കാനിക്സിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ തേർഡ് സെമ്മിൽ സ്കാറ്ററിങ് പ്രോബ്ലം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാം. നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഇ റേസ് ടു ഐ കെ ഡോട്ട് ആറിന് പകരം എ ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ എന്നറിയാം. അപ്പോൾ എ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു വേവ് ആംപ്ലിറ്റ്യൂഡാണ്. ആ വേവ് ആംപ്ലിറ്റ്യൂഡാണ്. അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻ വാല്യൂ ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് 1/2π ഓൾ റേസ് 3 ഡയമെൻഷൻ്റെ കേസിൽ 1/2π, അല്ലെങ്കിൽ 1/2 ആണ് 3 ഡയമെൻഷൻ്റെ കേസിൽ 1/2π ഓൾ റേസ് ടു 3/2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ സൈ കെ സ്റ്റാർ ആകുമ്പോൾ എന്ത് വരും, അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കണം. അപ്പോൾ എന്ത് വരും 1/2π ഓൾ റേസ് ടു 3/2 ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ പ്രൈം എന്നെടുക്കുന്നു. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ വാല്യൂ നമ്മൾ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നമുക്ക് കിട്ടിയ ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ആർ പ്രൈമും സൈ കെ സീറോ ആറും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും 1/2π ഓൾ റേസ് ടു 3/2 ഇ റേസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ പ്രൈം സ്റ്റാർ ആയതുകൊണ്ട് മൈനസ് വരും 1/2π ഓൾ റേസ് ടു 3/2 ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ കെ ഡിവൈഡ് ബൈ ആർ കെ സീറോ മൈനസ് കെ സീറോ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഡി ക്യൂബ് കെ സീറോ. ഇനി ഇത് രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും 1/2π ഹോൾ ക്യൂബ് ഇ റേസ് ടു മൈനസ് ഐ കെ സീറോ ആർ പ്രൈം ഇ റേസ് ടു ഐ കെ സീറോ ആർ ഡിവൈഡ് ബൈ കെ സീറോ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഡി ക്യൂബ് കെ സീറോ. ഓക്കെ, 1/2π ഹോൾ റേസ് ടു 1/2π ഹോൾ ക്യൂബ് ഈ ഇൻ്റഗ്രൽ രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ഐക്ക് അവിടെ കോമൺ ആയിട്ട് എടുക്കുമ്പം ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡ് ബൈ ആർ മൈനസ് ആർ പ്രൈം ആണ്, ആർ സ്ക്വയറിൽ ആർ പ്രൈം ആണിത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡ് ബൈ കെ സീറോ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഡി ക്യൂബ് കെ സീറോ. അപ്പോൾ ഇതാണ് ശരിക്കും ആക്ച്വലി നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ആർ പ്രൈം അതിൻ്റെ സൊല്യൂഷനായിട്ട്, അതായത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1/2π ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ ഇ റേസ് ടു ഐ കെ സീറോ ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡ് ബൈ കെ സീറോ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഡി ക്യൂബ് കെ സീറോ. ഇനി ഇത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാകുമ്പോൾ എങ്ങനെയാകും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2-3 വാല്യൂസ് കൊടുക്കുവാണ്. ആർ മൈനസ് ആർ പ്രൈമിന് റോ എന്ന് കൊടുക്കുവാണ്. അതുപോലെ ഡി ക്യൂബ് നമ്മളിങ്ങനെ കൊടുക്കും, ഡി ക്യൂബ് കെ സീറോയ്ക്ക് കെ സീറോ സ്ക്വയർ ആർ സ്ക്വയർ സൈൻ തീറ്റ അതറിയാമല്ലോ നമുക്ക്, അത് തന്നെയാണ് ആർ സ്ക്വയർ ഡി ആർ ഡി തീറ്റ ആർ സീറോ ഡി ആർ ഡി സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ കെ സീറോ സ്ക്വയർ ഡി കെ സീറോ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ദെൻ കെ സീറോ ഇൻറ്റു ആർ മൈനസ് ആർ ഇത് വരും കെ സീറോ റോ കോസ് തീറ്റ. അപ്പോൾ വാല്യൂ എല്ലാം കൊടുക്കാൻ പോവാണ് 1/2π ഹോൾ ക്യൂബ് കെ സീറോ എന്താ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി നമുക്കറിയാം തീറ്റ ഇൻ്റഗ്രൽ 0 ടു പൈ ഫൈ 0 ടു 2π. ഇത് നമ്മൾ 3 ഡയമെൻഷൻ്റെ കേസ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആറിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ചേഞ്ച് ചെയ്യും, തീറ്റയുടെ വാല്യൂ ഇൻ്റഗ്രൽ 0 ടു പൈ, ഫൈയുടെ വാല്യൂ ഇൻ്റഗ്രൽ 0 ടു 2π. ഇ റേസ് ടു ഐ കെ സീറോ
റോ കോസ് തീറ്റ ഡിവൈഡ് ബൈ k0 സ്ക്വയർ k0 റോ കോസ് തീറ്റ k0 സ്ക്വയർ മൈനസ് k സ്ക്വയർ k0 സ്ക്വയർ dk0 സൈൻ തീറ്റ d തീറ്റ d ഫൈ. ദെൻ ഇൻ്റഗ്രൽ 0 to 2π d ഫൈ എന്ത് വരും? 2π. എക്സിൻ്റെ വാല്യൂ നമ്മൾ കോസ് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരുന്നത്? നമുക്കവിടെ ഇനി അതിന് പുട്ടിങ് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ജി ഓഫ് ആർ പ്രൈം ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2π. ഇവിടെ 2π കിട്ടിയത് കൊണ്ടാണ് ക്യാൻസലായി പോയതുകൊണ്ട് 2π ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ത് വരും? -1 to 1 e raised to I k0 rho x divided by k0 square minus k square k0 square dk0 minus dx. ഈ മൈനസ് ഡി എക്സിനെ കളയാൻ വേണ്ടി -1 to 1 e raised to I k0 rho x divided by k0 square minus k square k0 square dk0 dx എന്ന് പറയുന്നു. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1 to 1 k0 സ്ക്വയർ d ക്യൂബ് എന്ന് വരും. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to I k0 റോ മൈനസ് e raised to minus I k0 റോ ഡിവൈഡ് ബൈ I k0 സ്ക്വയർ ഡിവൈഡ് ബൈ k0 സ്ക്വയർ മൈനസ് k സ്ക്വയർ d ക്യൂബ്. ഓക്കെ, then 1/2π whole square integral 0 to infinity e raised to I k0 rho minus e raised to minus I k0 rho divided by k0 cancel ആയി പോകുമ്പം I rho k0 divided by k0 square minus k square dk0 which is equal to 1/2π 1/2 into integral minus infinity to plus infinity e raised to I k0 rho minus e raised to minus I k0 rho divided by I rho k0 square minus k square k0 dk0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/2π ഹോൾ സ്ക്വയർ I rho ഔട്ട്സൈഡിലേക്ക് എടുത്തു. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെഴുതി. ഓക്കെ, then the integral involved may be evaluated by contour integration replacing. നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചത് ആണ്. അപ്പോൾ അതുവഴി നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഹോൾ സ്ക്വയറിന് 8π സ്ക്വയർ I റോ ഇതിനെയും കോണ്ടൂർ ഇൻ്റഗ്രൽ ചെയ്യുന്നു. ഇപ്പോൾ കോംപ്ലക്സ് വേരിയബിൾ k ആയിട്ട് എടുക്കുന്നു, റിയൽ വേരിയബിൾ k0 ആയിട്ട് എടുക്കുമ്പോൾ g of r prime equal to 1 divided by 8π square I rho. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? പൈ e raised to I k rho. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ പഠിച്ചേക്കുന്നതാണ്. പൈ e raised to I k rho മൈനസ് പൈ I e raised to I k rho. ഓക്കെ, അപ്പോൾ k0 സ്ക്വയർ മൈനസ് k സ്ക്വയർ നിങ്ങൾ കോണ്ടൂർ ഇൻ്റഗ്രൽ വഴി നിങ്ങൾക്ക് അല്ലേ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പൈ ഐ ഇ റേസ് ടു I k റോ മൈനസ് പൈ ഐ ഇ റേസ് ടു I k റോ. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു പൈ ഐ രണ്ടും കൂടെ ആകുമ്പോഴേക്ക് 2π I അല്ലേ 2π I ഇ റേസ് ടു I k റോ. അപ്പോൾ എന്ത് വരും? ക്യാൻസൽ ആയി പോകുമ്പോൾ 1 ഡിവൈഡ് ബൈ 4π റോ ഇ റേസ് ടു I k റോ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π റോ. ആക്ച്വലി എന്തായിരുന്നു? മോഡുലസ് ആയിരുന്നു അല്ലേ. കോസ് തീറ്റയ്ക്ക് എക്സ് ഈക്വൽ ടു കോസ് തീറ്റയും റോ ഈക്വൽ ടു r മൈനസ് r പ്രൈം എന്ന് കൊടുത്തതാണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 4π r മൈനസ് r പ്രൈം ഇ റേസ് ടു I k r മൈനസ് r പ്രൈം. ദിസ് ഈസ് ദ റിക്വയർഡ് ഗ്രീൻസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ജി ഓഫ് ആർ പ്രൈം ഈക്വൽ ടു r പ്രൈം ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π മോഡുലസ് ഓഫ് r മൈനസ് r പ്രൈം ഇ റേസ് ടു I k മോഡുലസ് ഓഫ് r മൈനസ് r പ്രൈം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു
അല്ലേ? ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ആദ്യം നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എടുത്തു നമ്മൾ അതിന് പകരം നമുക്ക് ഈ കിട്ടിയേക്കുന്നതിന് നമ്മൾ ആദ്യം എഫ് ജി ഓഫ് ആർ ആർ പ്രൈം എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ? അതിന് അനലോഗായിട്ട് കിട്ടിയത് കൊണ്ട് ജി ഓഫ് ആർ ആർ പ്രൈം എടുത്തു. പിന്നെ നമ്മൾ AK0 വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ജി ഓഫ് ആർ ആർ പ്രൈം കിട്ടി. ഇതാണ് ഫസ്റ്റിലെ ജി ഓഫ് ആർ ആർ പ്രൈം കിട്ടേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജി ഓഫ് ആർ ആർ പ്രൈമിൻ്റെ ഇക്വേഷൻ. നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിനെ നമ്മൾ ഒരു നമ്മുടെ കേസിൽ നമ്മൾ കൊണ്ടുവരികയാണ്. പ്ലെയിൻ വേവിലേക്ക് കൊണ്ടുവരുമ്പോൾ 1/2π3 e⁻². K0 R അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മറ്റേത് ഇത് ഒരെണ്ണം അറിയാമെങ്കിൽ മറ്റേതും അറിയാം, നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ഇത്. ജി ഓഫ് ആർ ആർ പ്രൈം ഈക്വൽ ടു 1/2π3 e⁻K0 R മൈനസ് ആർ പ്രൈം K0 മൈനസ് K² d³ K0. ഇനി നമ്മൾ 3 ഡയമെൻഷനിലേക്ക് കേസിലേക്ക് കൊണ്ടുപോകുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. 0 to 2π എത്രയാണ്? 2π എന്നിടുക. അതും കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കോസ് തീറ്റയ്ക്ക് നമ്മൾ കോസ് തീറ്റയ്ക്ക് എക്സ് എന്ന് കൊടുത്ത് നിങ്ങൾ കോസ് തീറ്റ വെച്ചുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അത് വെച്ച് നമ്മൾ ചെയ്യുക. ഓക്കെ, ഫൈനലി നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയാണ്. ഗ്രീൻസ് ഫംഗ്ഷന് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിംഗ് പ്രോബ്ലം സ്റ്റഡി ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.